ഇനി നമ്മൾ പോകുന്നതേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ സമരം അത് തുടരുകയാണല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 42ാം ദിവസമാണ് ആശാ വർക്കർമാരുടെ സമരം. ഒപ്പം നിരാഹാര സമരം അത് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിരാഹാരമിരിക്കുന്നവർക്ക് പിന്തുണയുമായി നാളെ ഇപ്പോൾ കൂട്ട ഉപവാസം നടക്കും. ജില്ലാ കേന്ദ്രങ്ങളിലും PHCകളിലും ആശാപ്രവർത്തകർ ഉപവാസം ഇരിക്കും. ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായിട്ട്. ഹാൻസ്, ആശാ വർക്കർമാരുടെ സമരം അത് ഇനിയും ഒത്തുതീർപ്പായിട്ടില്ല. അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാപ്പകൽ സമരം 42 ദിവസങ്ങളിലേക്കാകുന്നു. അപ്പോൾ ഇനിയും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ആശാ വർക്കർമാർ. നാളെ ഇനി കൂട്ട ഉപവാസം അടക്കം നടക്കാനിരിക്കുന്നു. ഇന്ന് സമര വേദിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സേതുലക്ഷ്മി, അനുകൂല നിലപാടുണ്ടാകുന്നതുവരെ കാത്തിരിക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെയും സമരസമിതിയുടെയും തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിരാഹാര സമരവും അതിനോടൊപ്പം തന്നെ അനിശ്ചിതകാല രാപ്പകൽ സമരവും തുടരുന്നത്. സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരാഹാര സമരം ഇപ്പോൾ 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ 3 പേരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദു, ആശാപ്രവർത്തകരായിട്ടുള്ള ശോഭ M, KP തങ്കമണി, ഇവർ 3 പേരുമാണ് ഇപ്പോൾ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യം നിരാഹാരം അനുഷ്ഠിച്ച ഷീജ ആറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ ഇവർ ഇപ്പോൾ 2 പേരും തുടർച്ചയായി 4ാം ദിവസത്തിലേക്കും ശോഭ എന്ന ആശാപ്രവർത്തക ഇപ്പോൾ 2ാം ദിവസത്തിലേക്കുമാണ് ഇപ്പോൾ നിരാഹാരത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും നിലവിൽ സമരപ്പന്തൽ ഉണർന്നു വരുന്നതേ ഉള്ളൂ. രാവിലെ 9 മണി കഴിയുന്നതേ ഉള്ളൂ. പ്രവർത്തകരൊക്കെ എത്തി തുടങ്ങുന്നുള്ളൂ. പക്ഷേ ഏറ്റവും പറയേണ്ട കാര്യം, ഇന്നിപ്പോൾ രാവിലെ കണ്ണൂരിൽ നിന്നും പാലക്കാട് നിന്നുമുള്ള ആശാപ്രവർത്തകർ സമരപന്തലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദൂര സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ പ്രതികരണം ചോദിക്കാം. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പാലക്കാട്. നേരത്തെ വന്നിട്ടുണ്ടോ സമരം? ഒരു ടൈം വന്നിട്ട് പോയതാ. ഇപ്പോൾ നാളെ കൂട്ട ഉപവാസമാണ്. നിങ്ങൾക്ക് ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ടോ നാളെ? അതെ. പാലക്കാട് വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഇവിടെ നിന്നാണോ? പാലക്കാട്. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങളിപ്പോൾ സമരത്തിൽ 17 പേരുണ്ട്. അവരെല്ലാവരും ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സേതു. സംസ്ഥാനത്തുടനീളമുള്ള ആശാപ്രവർത്തകർ തങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ഇവിടെ എത്തുകയാണ്. പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നുള്ള ആശാപ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നാളെ എന്തായാലും കൂട്ട ഉപവാസ സമരം അനുഷ്ഠിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. രാവിലെ ഉപവാസ സമരം ആരംഭിക്കും. വൈകുന്നേരം ഒരു 6 മണിയോടെ അവസാനിപ്പിക്കാനാണ് നിലവിൽ സമരസമിതിയുടെ തീരുമാനം. സേതു. ശരി ഹാൻസ്, സമര വേദിയിൽ നിന്ന് പന്തലിൽ നിന്നുള്ള കാഴ്ചകൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് നിന്ന്.